സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അതേ കോളേജിൽ തന്നെയാണ്, ഭാരത് മാതാ കോളേജിൽ. ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, കിങ്ങിൻ്റെ ഡയലോഗുമായി കുട്ടികളുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് പോകാൻ എനിക്ക് മനസ്സ് തോന്നുന്നില്ലെന്ന്. സോ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി പത്രം എന്നോളം ഒരു കിങ്ങിൻ്റെ തന്നെ അതേ വേഷം തന്നെ നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. കുട്ടികൾ റെഡിയായി നിൽക്കുകയാണ്, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഓക്കെ, യെസ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു നമ്മൾ പഴയ, എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്, ഒരുപക്ഷെ ബാക്കിയുള്ളവർക്ക് തോന്നണമെന്നില്ല, ഗീതു മോഹൻദാസ് എന്നൊരു നടിയെപ്പോലെയുള്ള ഒരു കുട്ടിയാണ് യുക്ത. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കുന്നത്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. റെഡി, ആക്ഷൻ. അക്ഷരങ്ങൾ അടിച്ചു കൂട്ടിയ പുസ്തക താളുകളിൽ എന്തടിച്ചു കൂട്ടിയത്? എങ്ങനെ അടിച്ചു കൂട്ടിയത്? ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ? അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തക താളുകളിൽ നീ പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കിന് പട്ടിണിപ്പാവങ്ങളുടെയും നിരക്ഷരരുടെയും ഇന്ത്യ. ജഡ്ക വലിച്ചു വലിച്ച് ചോര തുപ്പി തുപ്പി തുപ്പുന്നവന്റെ ഇന്ത്യ. ഇതാണ് നീ പറഞ്ഞ പേഷ്യൻ. വളർത്തു നായക്ക് ഒരു നേരത്തെ ആഹാരത്തിന് മകയില്ലാതെ അവര് പട്ടിണിണം ചത്തു. വളർത്തു നായക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പ് കൂടിപ്പോയെന്നും പറഞ്ഞ് ഭർത്താവിനെ പട്ടിണി കിട്ട് കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. എനിക്കാണെങ്കിൽ എന്റെ കാലിന്റെ പെരുവരലിന്നൊരു രോമാഞ്ചം അങ്ങോട്ട് കേറി. കൊഴുപ്പ് കൂടിപ്പോയെന്നും പറഞ്ഞ് ഭർത്താക്കന്മാരെ ശാസിച്ച് പട്ടിണി കിട്ട. ഭർത്താക്കന്മാരെ ശാസിച്ചോ? അതെന്ത് വേണാണ്ട് ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുത്തേ. എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. എന്ത്? അവിടെ നോക്ക്. ശാസിച്ചു. ഇനി സൈലൻസ്. കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടെ പറ. ചൊണ്ണ ഞാൻ അടിച്ചു പൊട്ടിക്കും. ഭർത്താക്കന്മാരെ ശാസിച്ചു. ഭർത്താക്കന്മാരെ സാക്ഷിച്ചു. ആണ്ടിൽ ഒരിക്കലെങ്കിലും നിനക്ക് നാക്ക് വെച്ചുറോ. ഭർത്താക്കന്മാരെ ശാസിച്ച് പട്ടിണി കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനായി അമ്മമാര് സ്വന്തം ഗർഭപാത്രം വിറ്റ അല്ല, സ്വന്തം ഗർഭപാത്രം വിറ്റ അമ്മമാരുടെ ഇന്ത്യയാണ്. നീ ഇന്നലെ ഇറക്കി വിട്ടില്ലേ കൊച്ചുണ്ണി ചേട്ടനോ? ഇല്ല. ഇനി മറക്കോ? ഇല്ല. എന്താ? ഇബ്രാഹിം കുട്ടി, മുഹമ്മദ് കുട്ടി. ഇന്നലെ നീ ഇറക്കി വിട്ടില്ലേ കൃഷ്ണേട്ടൻ? ആ പുള്ളിയുടെ വാക്യത്തിൽ പ്രയോഗിച്ചതാണോ? ആ മനുഷ്യന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും. എന്ത് ദുരിതം? അല്ല, ദുരിദ്രം എന്തോ ഒരു സാധനം കേട്ടി. അനുഭവങ്ങളും ത്യാഗങ്ങളും ഉള്ള ഇന്ത്യ കൊണ്ടുണ്ടായ ഇന്ത്യ എന്ന മഹാരാജ്യം, സോൾ, ആത്മാവ്, അതറിയണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. You know English? I don't know English. ഇതൊക്കെ പഠിക്കണ്ടേ? ഇന്ത്യ എന്ന മഹാരാജ്യം, സോൾ, ആത്മാവ്, അതറിയണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. രക്ഷപ്പെട്ടു. ആരോടും പറയല്ലേ, അമ്പോ സാരേട്ടാ. അലൻ വരൂ. അലൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എവിടെ നാട്? എവിടെയാണ്? പെരുമ്പാവൂര്. റെഡി, ആക്ഷൻ. അക്ഷരങ്ങൾ അടിച്ചു വെച്ച പുസ്തകങ്ങളിൽ എന്തടിച്ചു വെച്ചു? മതി, കൂടുതൽ വിവരിക്കണ്ട. അക്ഷരങ്ങൾ അച്ചടിച്ചു വെച്ച പുസ്തകത്താളുകളിൽ നിന്ന് നീ പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. പട്ടിണിപ്പാവങ്ങളുടെയും നിരീക്ഷകരുടെയും, കോടിക്കണക്കിന് പട്ടിണിപ്പാവങ്ങൾ, നിരക്ഷകരുടെയും ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്ത്. പട്ടിണിപ്പാവങ്ങളുടെയും നിരക്ഷകരുടെയും അല്ലല്ല, അതിനകത്തൊരു രാ കൂടി പോയായിരുന്നു. വിവരം ഇല്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട് ജീവ. പട്ടിണിപ്പാവങ്ങളുടെയും നിരക്ഷകരുടെയും കുഴപ്പമില്ല. ഞാൻ നന്നാവാൻ വേണ്ടി ജീവൻ ഡോൺ കഴിക്കുന്നുണ്ട് ബോസ്. ജട്ക വലിച്ച് ചുമച്ച് തുപ്പിയവരുടെ എന്ത് തുപ്പിയത്? ചോര.
വളർത്തു നായയ്ക്ക് ബേബി ഫുഡിൽ കൊഴുപ്പ് കൂടിപ്പോയതിന്റെ പേരിൽ ഭർത്താവിനെ ശാസിച്ച് പട്ടിണിക്കിട്ട കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. എന്താ പോരെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് സ്വന്തം ഗർഭപാത്രം വാടക കൊടുത്ത അമ്മമാർ വിൽപ്പനയ്ക്ക് എന്തോന്നല്ലേ ഇത്? ഒരു ഒലക്ക കിട്ടുമോ? ഒലക്കയോ? ആ ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. നീ അന്ന് ഇറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടന്റെ നൊമ്പരങ്ങളുടെയും ത്യാഗത്തിന്റെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആത്മാവ് ആത്മാവ്. ഈ ആത്മാവിനെ തൊട്ടറിയാൻ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. ഓക്കെ, ശരി സാർ. റെഡി, ആക്ഷൻ. അക്ഷരം അച്ചടിച്ച് കൂട്ടിയ പുസ്തകത്താളുകൾ നീ പഠിച്ച ഇന്ത്യ അല്ല, പാവപ്പെട്ടവരുടെ ഇന്ത്യ. കോടിക്കണക്കിന് പട്ടിണി പാവരുടെ നിരക്ഷരുടെ ഇന്ത്യ. ജഡ്ക വലിച്ചു വെച്ച് ചോര തുപ്പുന്നവരുടെ ഇന്ത്യ. വളർത്തു നായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് വളർത്ത് നായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിന്റെ അളവിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് ഭർത്താക്കന്മാരെ ശാസിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നവരുടെ ഇന്ത്യ. പട്ടിണിക്കിടുന്നവരുടെ ഇന്ത്യ. മക്കൾക്ക് വേണ്ടി ഭക്ഷണത്തിന് സ്വന്തം വരട്ടെ, സംഭീഷനകത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ? പഠിച്ച കള്ളനാ ചക്കൻ. മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടി നേരത്തെ ഗർഭപാത്രം. അല്ല, ശരിക്കും ഇപ്പൊ ഇവിടെ താക്കോലിരിക്കുന്നത്? ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സ്വന്തം ഗർഭപാത്രം വരെ വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. മുട്ടയെന്ന് ചെക്കൻ്റെ അടുത്തല്ലേ നെഞ്ചുരിക്കാൻ പറയണത്. നീ ഇന്നലെ ആട്ടിലിറക്കി വിട്ടില്ലേ കൃഷ്ണേട്ടൻ? അദ്ദേഹത്തെ പോലുള്ള നല്ല മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആത്മാവ് സോൾ അത് തൊട്ടറിയണമെന്നുണ്ടെങ്കിൽ സെൻസ് വേണം. അതിനുള്ള സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി ഉണ്ടാകണം. നീ ഒരു ഗായകനാണെന്നുള്ള ഇതിലും തെളിയിച്ചു. കാരണം ഓരോന്ന് പറയുമ്പോഴും ആ ഒരു സാധനം ഉണ്ടല്ലോ. കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. ആരതി വരും. ആരതിക്ക് എനിക്ക് മനസ്സിലായി നല്ല ഡയലോഗൊക്കെ കംപ്ലീറ്റ് അറിയാം. കാരണം എപ്പോൾ ഞാൻ മൈക്കൊണ്ട് വന്നാലും എല്ലാം കറക്റ്റായിട്ട് തന്നെ പറയും. പക്ഷെ ഇപ്പോൾ അതിലും നല്ലോണം ഇപ്പം പറയണം. ഇവിടെ ഏത് ഇയറാണ് പഠിക്കുന്നത്? നാട് എവിടെയാണ്? അപ്പോൾ റെഡി, ആക്ഷൻ. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നീ പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. പട്ടിണി പാവങ്ങളുടെ നിരക്ഷകരുടെ ഇന്ത്യ. ജഡ്ഗ വലിച്ച് ചോര തുപ്പുന്നവരുടെ ഇന്ത്യ. വീട്ടിലെ വളർത്തു നായകൾക്ക് കൊടുക്കുന്ന ബേബി ഫുഡിന്റെ കൊഴുപ്പിന്റെ അളവ് കുറഞ്ഞെന്നും പറഞ്ഞ ഭർത്താക്കന്മാരെ ശാസിക്കുന്നതും അത്താഴപ്പെട്ടിരിക്കുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഗർഭപാത്രം വരെ വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യയാണ്. നീ ഇന്നലെ ആട്ടിയിറക്കി വിട്ടില്ലേ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവപ്പെട്ടവരുടെ ത്യാഗികളുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ്. അത് തൊട്ടറിയാനുള്ള സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. പാരുകടാ പുതു ആള് എവിടെ നിൽക്കാൻ പാரு അങ്ങനെ വേണോ? സയാന വാ. സയാന എന്തുണ്ട്? സുഖമായിട്ടിരിക്കും. എവിടെ നാട്? നല്ലൊരു മാപ്പിളപ്പാട്ടിൻ്റെ ലക്ഷണം ഉണ്ടല്ലോ. ഒരു മാപ്പിളപ്പാട്ട് 2 വരി പാടും. 2 വരി. അതാ ഒരു 2 വരി അത് നോക്കി പാടും. അപ്പോൾ വളരെ മനോഹരമായ കറക്റ്റ് വരുന്നതാണ് സയാനയ്ക്ക് പാടാൻ അറിയില്ലെങ്കിൽ പോലും ആ ഒരു ഗട്ട്സിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. മനോഹരമായ ഒരു 4 വരി മാപ്പിളപ്പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. അതാണ് ആ ഒരു ഗട്ട്സാണ് വേണ്ടത്. മനസ്സിലായി? നമുക്ക് പാടാൻ അറിയില്ലെങ്കിൽ പോലും പക്ഷെ മനോഹരമായിട്ട് പാടി നിങ്ങൾ. എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ആക്ടിങ്ങിലേക്ക് പോവാം. അപ്പോൾ റെഡി, ആക്ഷൻ. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ അക്ഷരങ്ങൾ അച്ചടിച്ച് ആദ്യത്തെ ഡയലോഗ് തന്നെ പോയി. യൂസ്ലെസ് ഫെലോസ്. ഒരു ഉത്തരവാദിത്വ ബോധമില്ല. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ അനുഭവങ്ങളുടെ ഇന്ത്യ. അക്ഷരങ്ങൾ എന്തോ പറയുന്നത്? നീ പഠിച്ച ഇന്ത്യ അല്ല.
ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യയല്ല. കോടിക്കണക്കിന് പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും പട്ടിണി പാവങ്ങളുടെയും നിരക്ഷരരുടെയും ഇന്ത്യയല്ല. ഇന്ത്യയാണ്. ഇന്ത്യയാണോ അല്ലയോ? ഇന്ത്യയാണ്. ജഡ്ക വലിച്ച് വലിച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ. വീട്ടിലെ വളർത്തു നായ്ക്ക് ബേബി ഫുഡിന് കൊഴുപ്പ് കൂടിയെന്നും പറഞ്ഞ് ഭർത്താവിനെ ശാസിച്ച് പുറത്താക്കുവോ പട്ടിണിക്കിടുവോ? പട്ടിണിക്കിട്ട് കൊച്ചമ്മമാരുടെ ഇന്ത്യ ആണോ? അല്ല. 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 മനസ്സമാധാനത്തോടു കൂടി 3-4 ദിവസം വിശ്രമിച്ച ഒക്കെ ശരിയാവും. ഭാഗ്യത്തിന് ഇവിടെ വെച്ചാണല്ലോ ഉണ്ടായത്. കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഗർഭപാത്രം വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ ആട്ടിയിറക്കി വിട്ട കൃഷ്ണേട്ടന്റെ ത്യാഗങ്ങളും അനുഭവങ്ങളും ഉള്ള ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ് അതറിയണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി അടിപൊളി. ഭഗവാൻ ആപ്കാ ഭലാ കരോ. ആയിക്കോട്ടെ. അടുത്തതായിട്ട് വേദിയിലേക്ക് വരുന്നു. എല്ലാവരെയും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അതിഥി. ഹായ്. അതിഥിക്ക് പിന്നെ വരുന്നതിന് മുമ്പ് തന്നെ കുറേ പണികൾ കിട്ടിയില്ലേ ഹെൽപ്പ് ചെയ്യാൻ നിന്നിട്ട്? അതൊക്കെ പഠിച്ചായിരുന്നോ? ടങ് ട്വിസ്റ്റൊക്കെ ഒന്ന് പറഞ്ഞു പെട്ടെന്ന്. മുണ്ടിൽ ചെളി പുലരരുത്, പുരളരുത്. ഓക്കെ, മതി. അപ്പോൾ ഇവിടെ ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ. റെഡി. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നീ പഠിച്ച ഇന്ത്യയല്ല ഇന്ത്യ, അനുഭവങ്ങളുടെ ഇന്ത്യ. പട്ടിണിപ്പാവങ്ങളുടെയും ചുക്ക വലിച്ചോ ചക്ക വലിച്ചോ എന്താണ്? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ജഡ്ക വലിച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ. ഒരു നേരത്തെ ഭക്ഷണത്തിനായി തന്റെ സ്വന്തം കുഞ്ഞിന് ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. അങ്ങനെയാണോ കഥ എങ്ങനെയാണോ? അല്ല, മാറ്റി വേറെ സാധനമാണ്. ആട്ടുംകാട്ടും വറുത്തുപ്പേരും കണ്ടാലറിയാത്ത പിള്ളേരും കൊണ്ട് മേലോൽ എൻ്റെ അടുത്ത് വരരുത്. മക്കൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനായി ഗർഭപാത്രം വാടകയ്ക്ക് വിൽക്കുന്ന അമ്മമാരുടെ. എല്ലാരും ഹെൽപ്പ് ചെയ്ത ആളാണല്ലോ. ഇപ്പൊ എന്ത് പറ്റി? ടെൻഷൻ. ഈ കുട്ടി ടെൻഷൻ ഒരു ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കൂളാവും. മക്കളുടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സ്വന്തം ഗർഭപാത്രം വരെ വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഈ ഇന്ത്യയെ മനസ്സിലാക്കണമെങ്കിൽ, ഇന്ത്യ എന്ന മഹാരാജ്യം മനസ്സിലാക്കണമെങ്കിൽ നിനക്ക് സുഖമാണെന്ന് തോന്നുന്നു. ക്യാമറമാൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കുഴപ്പമില്ല. സുഖം. ഇന്ത്യ എന്ന ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് സുഖമൊന്നും ആരും ചോദിക്കുന്നില്ല. ഇത്ര ഇങ്ങോട്ടില്ലേ? അതിക്ക് സുഖമല്ലേ? വീട്ടിലൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഓക്കെ, എന്താ പറഞ്ഞു? പിന്നെ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വേറെന്താ? ഇങ്ങനെയൊക്കെ സുഖം. സോൾ, ആത്മാവ് അതറിയണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. രക്ഷപ്പെട്ടു കേട്ടോ. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എന്തായാലും വന്നല്ലേ, ചായ കുടിച്ചിട്ട് പോവാം. അനീസ് വരും മോനെ. അനീസും ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കത്തില്ല. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ കറക്റ്റായിട്ട് പറയുന്ന ഒരാളാണ്, ഒരു തെറ്റ് പോലും വരാതെ. അപ്പോൾ റെഡി, ക്യാമറ, ആക്ഷൻ. അക്ഷരങ്ങൾ അടിച്ചുകൂട്ടിയ പുസ്തകത്താളുകളിൽ നീ പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കിന് പാവപ്പെട്ടവരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ. ജഡ്ക വലിച്ച് ചോര തുപ്പുന്നവരുടെ ഇന്ത്യ. വളർത്തുനായകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ വീട്ടിലെ വളർത്തുനായകൾക്ക് കൊടുക്കുന്ന ബേബി ഫുഡിന്റെ കൊഴുപ്പ് കൂടിയതിനും ഭർത്താക്കന്മാരെ ശാസിച്ച് പട്ടിണി കിടക്കുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ. ഒരു മക്കൾക്ക് ഒരു നേരത്തെ വയറ് നിറക്കാൻ ഗർഭപാത്രം വിൽക്കാൻ തയ്യാറെടുക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ ആട്ടിയിറക്കി വിട്ടില്ലേ? ഞാനോ? കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? ആണല്ലേ. ഇന്നലെ നീ ആട്ടിയിറക്കി വിട്ടില്ലേ? കൃഷ്ണേട്ടനെ പോലെ പാവങ്ങളുടെ യാതനകളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. ആ ആത്മാവ് അറിയാൻ, തൊട്ടറിയാൻ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. റോഷ്നി, എന്താണ് റോഷ്നി വിശേഷങ്ങൾ? എവിടെയാണ് നാട്? ഇടുക്കിയിലാണ്. അടിപൊളി സ്ഥലമല്ലേ? ഇടുക്കിയിൽ എവിടെയാണ്? എന്താ ആലോചിക്കുന്ന? അറിയത്തില്ല സ്ഥല പേര്? റെഡി, ആക്ഷൻ. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്ന് നീ പഠിച്ച ഇന്ത്യയല്ല
എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയാം. നെപ്പോളിയൻ. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്ന് നീ പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കിന് നിരക്ഷകരുടെയും പട്ടിണിപ്പാവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കിന് പട്ടിണിപ്പാവങ്ങളുടെ നിരക്ഷകരുടെ ഇന്ത്യ. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ. ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവരുടെ ഇന്ത്യ. വീട്ടിലെ വളർത്തുനാക്കി കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പ് കൂടിയതിന്റെ പേരിൽ ഭർത്താക്കന്മാരെ ശാസിച്ച് പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. സ്വന്തം മക്കൾക്ക് ഒരു നേരത്തെ വയറ് നിറയ്ക്കാൻ വേണ്ടി ഗർഭപാത്രം വരെ വിൽക്കാൻ തയ്യാറാവുന്ന അമ്മമാരുടെ ഇന്ത്യ. നീ ഇന്നലെ അപമാനിച്ച് ഇറക്കി വിട്ടില്ലേ ആ കൃഷ്ണൻ ചേട്ടനെ പോലെയുള്ള പാവപ്പെട്ടവരുടെ ത്യാഗത്തിന്റെയും നൊമ്പരത്തിന്റെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്, അത് തൊട്ടറിയാൻ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. എന്തേനു യവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. എന്റെ തല ഇറക്കാനാണ് ഇങ്ങനെ നടന്ന് കറങ്ങുന്നത് എനിക്ക്. എന്തൊക്കെയാണ് സൗവർണ്ണ വിശേഷങ്ങൾ? ഇപ്പം നമ്മൾ തുടങ്ങിയല്ലോ. റെഡി, ആക്ഷൻ. അക്ഷരങ്ങൾ അച്ചടിച്ചു കുടിച്ച പുസ്തകത്താളുകളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പാവപ്പെട്ടവരുടെ ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. കോടിക്കണക്കായ പട്ടിണിപ്പാവങ്ങളുടെയും നിരക്ഷകരുടെയും ഇയാൾ എന്തായി കാണിക്കണേ? പോട്ട് ഒന്ന് പറഞ്ഞു കൊടുത്ത മോനെ കറക്റ്റായിട്ട്. എന്തുകൊണ്ടാ പറയില്ല ഇത് പറഞ്ഞു കൊടുത്തേ. അടിപൊളി. ഗുണാപ്പന്മാരൊക്കെ കൂടി എന്നെ മാനം കെടുത്തു. കോടിക്കണക്കായ പട്ടിണിപ്പാവങ്ങളുടെയും നിരക്ഷകരുടെയും ഇന്ത്യ. നിരഷ്കരല്ലോ. ദേഷ്യം, വാശി, എടുത്ത ചാട്ടം, ആലോചിക്കാതെയുള്ള പിടിച്ചെറി, ഇവയൊന്നും പാടില്ല. അതെന്ത് വാക്കാണത്? കേട്ടില്ലേ? ഇതാണ് ഭാഷ. ഉഗാണ്ടയിലുള്ള ഏതോ ഗോത്ര ഭാഷയാണെന്നാണ് എന്റെ സംശയം. അവസാനമായിട്ട് ഒന്നും കൂടെ ഹെൽപ്പ് ചെയ്ത് തരാം. പറഞ്ഞു കൊടുത്തരാം. അവൻ ഹിന്ദിക്കാരനാണെങ്കിലും കറക്റ്റായിട്ട് മലയാളം പറഞ്ഞാണ്ടോ. അവൻ ഷാറൂഖ് ഖാൻ ആണെങ്കിലും പറഞ്ഞാണ്ടോ കറക്റ്റായിട്ട്. നിരക്ഷരരുടെ ഇന്ത്യ. ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് ചുപ്പും. പാവം പട്ടാണെന്ന് തോന്നുന്നു. പുതിയ വേട് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. തുപ്പുന്ന. ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് തുപ്പുന്നവന്റെ ഇന്ത്യ. വീട്ടിലെ വളർത്തുനാക്കി കൊടുക്കുന്ന ബേബി ഫുഡിന്റെ കൊഴുപ്പ് കൂടുതല ഭർത്താവിനെ ശാസിച്ചു പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല ഇന്ത്യ. ഭക്ഷണത്തിനുള്ള വകയൊരുക്കാൻ സ്വന്തം ഗർഭപാത്രം വരെ വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. നീ ഇന്നലെ അപമാനിച്ച് ആട്ടി ഇറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവപ്പെട്ടവരുടെയും ത്യാഗികളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യം എന്ന സോൾ, ആത്മാവ്. ഈ ആത്മാവ് തൊട്ടറിയണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണെന്ന് എല്ലാവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവരൊക്കെയും പറഞ്ഞ ഒരേ ഒരു പേരേ ഉള്ളൂ. വളരെ അവർക്ക് അത്രമേൽ ഹൃദയം കൊണ്ട് പറഞ്ഞൊരു പേരാണ്. അവർക്കൊക്കെയും ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകൻ ഇഷ്ടപ്പെടണമെങ്കിൽ അവരോടൊപ്പം ഫ്രണ്ട്ലി ആയിട്ട്, ഒരു അധ്യാപകനിൽ ഉപരി ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുക മാത്രം. ഒരു മാജിക് ഉണ്ടാകണം. അവരിൽ ഒരാളായി കണ്ട ഒരു അധ്യാപകനെയാണ് ഞാൻ വിളിക്കുന്നത്. മറ്റാരുമല്ല. പ്ലീസ് വെൽക്കം സാർ, ബിജോയ് സാർ. കേട്ടല്ലോ, ഇവിടെ നിങ്ങൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ട് സൈഡിൽ മാറി നിന്ന സാറാണ്. അപ്പോൾ അത് അത്രമേൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തിരിച്ചും. അപ്പം ഇവരുടെ ഒരു ആഗ്രഹമുണ്ട്, നമ്മുടെ ഒരു ആഗ്രഹമാണ് ഈ ഡയലോഗ് ഒന്ന് പ്രസൻറ്റ് ചെയ്യണം. ലാസ്റ്റ് ഡയലോഗ് മതിയല്ലോ? മതി. സ്റ്റാർട്ട്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്, അത് തൊട്ടറിയണമെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. അടിപൊളി. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി, ഈ യാത്ര തുടങ്ങിയിട്ട് പല കോളേജുകളിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഡയലോഗ് തന്നെ പറഞ്ഞ് 2 എപ്പിസോഡിലേക്ക് പോകുന്നത് ഈ കോളേജിലാണ് ആദ്യമായിട്ട്. അപ്പോൾ
അതിൻ്റെ അങ്ങനെ പോകാനുള്ള കാര്യം തന്നെ ഇവിടുത്തെ കുട്ടികളുടെ കഴിവാണ്. കാരണം നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഓരോ വ്യക്തികളും ഇവിടെ കഴിവുള്ളവരാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങളും ഹാപ്പിയാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ ഓഫ് യു. അപ്പോൾ ഈ എപ്പിസോഡ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. ബൈ.